അസത്യം പാറിപ്പറക്കുമ്പോൾ സത്യത്തിൽ നിന്നുകൊണ്ട് ഒഴുക്കിനെതിരെ, ബിദ്അത്ത് വർദ്ധിച്ചു വരുമ്പോൾ സുന്നത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒഴുക്കിനെതിരെ, ബാത്തിൽ കരകവിഞ്ഞൊഴുകുമ്പോൾ ഹക്കിൽ നിന്നുകൊണ്ട് ഒഴുക്കിനെതിരെ. ഇവിടെയാണ് ഒരു സത്യവിശ്വാസിയുടെ ഈമാനും തഖ്വയും എന്ന് പറയുന്നത്. നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും പ്രതിസന്ധി. നമ്മളിപ്പോൾ അറിയാതെ പറഞ്ഞു പോകും, ഇനിയുള്ള കാലത്തൊക്കെ ജീവിക്കണമെങ്കിൽ. അത് 4000 കൊല്ലം മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ടപ്പോൾ അന്നത്തെ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും അല്ലേ? 4000 വർഷം മുമ്പ് തീയിലേക്ക് എറിയുന്നത് ആരെയാണ്? ഉലുൽ അസ്മുകളിൽപ്പെട്ട അമ്പിയാക്കളെ തറവാടായി പറയുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ്. ഇബ്രാഹിം പ്രവാചകൻ ജൂതന്മാരും ക്രൈസ്തവരും ബുദ്ധമതക്കാരും ജൈനമതക്കാരും, അതായത് ഒരു ദൈവീക മതം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ആദരിക്കുന്ന ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ 4000 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ശത്രുക്കൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലെറിഞ്ഞ് നശിപ്പിച്ച് ഈ സത്യത്തെ കെടുത്തിക്കളയാം, ഈ നീതിയെ ഇല്ലാതാക്കാം, ഈ ധർമ്മത്തെ നശിപ്പിക്കാം, ഈ ഹക്കിനെ ഇല്ലാതാക്കാം എന്ന് അന്നത്തെ കാലത്ത് ചിന്തിച്ചതാണ്. അന്നത്തെ ആളുകൾ പറയുന്നുണ്ടാകും ചിലപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലെറിയാൻ വേണ്ടി അതിന്റെ ഒരുക്കങ്ങൾ നടത്തുകയാണ്. ആ ഒരുക്കങ്ങളെ പറ്റി തഫ്സീറുകളൊക്കെ രേഖപ്പെടുത്തിയത് എങ്ങനെയാണ്? തഫ്സീറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് വിളംബരം ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കരിക്കാനുള്ള ഒരു മൈതാനി, ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് അന്നത്തെ പെണ്ണുങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് അവർക്കൊക്കെ ചില അസുഖമൊക്കെ ഉണ്ടായപ്പോൾ ഒരു നേർച്ചയാക്കി ഇബ്രാഹിം നബിനെ കത്തിക്കണം. വറകക്ക് ഒരു കെട്ട് വറക് നേർച്ചയാക്കി സോക്കേട് മാറാനേ. അത്രയധികം. അങ്ങനെ വലിയ മൈതാനിയിൽ ധാരാളം വിറക് ശേഖരിച്ചിട്ട് അതിന്റെ 4 ഭാഗത്തും തീ കൊളുത്തിയിട്ട് ആളിക്കത്തിയാണ് തീ. അതിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അന്നത്തെ ജനങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടാകും? ഇനിയുള്ള കാലത്തൊക്കെ ജീവിക്കണമെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാകുമല്ലേ? അല്ലേ? എന്നിട്ടിപ്പോ ഇസ്ലാമിന് ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബിനെ തീയിലെറിഞ്ഞപ്പോഴും അന്നത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും ഇനിയൊക്കെ ഇപ്പം മുസ്ലിമായി ജീവിക്കണമെങ്കിൽ കുറച്ച് പ്രയാസം തന്നെയാണ് അല്ലേ? അല്ല, നിൽക്കണവർക്കൊരു കമ്പം വേണം, ഇരിക്കണം. അപ്പോഴാണ് നിൽക്കാൻ വേണ്ടി നേർച്ചയാക്കി പോകുന്നവർ അവിടെ തന്നെ നിന്നോളി. ഇരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇവിടെ അവിടെ ഇവിടെയൊക്കെ കസേരയുണ്ട്. അൽഹംദുലില്ലാ. തങ്ങൾ പാപ്പാക്ക് നിങ്ങൾ നിൽക്കണത് കാണുമ്പോൾ ഒരു പൊറുതിയാണ്. അപ്പൊ ഇവിടെയൊക്കെ എന്തുണ്ട്? അത്യാവശ്യം കസേരകളൊക്കെ. പിന്നെ തൊട്ട് മുന്നിൽ ഒഴിവുള്ള കസേരയ്ക്കാണ് കയറിയിരിക്കുക. കസേരക്ക് വാടക കൊടുക്കും വേണം, ആൾക്കാർ നിൽക്കും വേണം, രണ്ടും കൂടി വേണ്ടല്ലോ. നല്ല കുട്ടികളിന് കയറിയിരുന്നോളി മക്കൾ. ആ ഒഴിവൊക്കെ ഇങ്ങനെ കയറിയിരുന്നോളി. ഇപ്പൊ തങ്ങൾ പാപ്പയെ ഉദ്ഘാടനം ചെയ്തത് ഞാനാണ് സംസാരിക്കുന്നത്. നമ്മളൊന്നും തമ്മിൽ യാതൊരു പ്രശ്നമില്ലല്ലോ. പിന്നെ മുന്നിലേക്ക് ഇരിക്കണേന് ഇതിനെ ബേജാറാവും? ഒരു ബേജാറുമില്ല. പിന്നെ ഇവിടെ ഉള്ള തങ്ങൾ പാപ്പ ഇതൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കിയും തന്നെ. അള്ളാഹു ഖൈർ തരട്ടെ. നമ്മളെ സംഘാടകരൊക്കെ എല്ലാവരും സജീവാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഓരോ കാലഘട്ടത്തിലും ഇസ്ലാമിക പ്രചാരണം, മുസ്ലിം വിശ്വാസം അത് കാത്തു സൂക്ഷിച്ചു പോന്ന ആളുകൾ ഒരു പട്ടുമെത്തയിലൂടെ പോന്ന ചരിത്രം, ഒരു മണിയറയിലൂടെ ഇസ്ലാമിനെ ഇങ്ങനെ കൊണ്ടുവന്ന ഒരു ചരിത്രം, ഒരു വലിയ സന്തോഷത്തോടു കൂടെ മാത്രം ഇസ്ലാമിനെ വളർത്തിയെടുത്ത ചരിത്രം, അങ്ങനെ ഒന്ന് ചരിത്രത്തിൽ ഇല്ല. അതാത് കാലഘട്ടങ്ങൾക്കനുസരിച്ച പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രകോപനങ്ങൾ, പ്രലോഭനങ്ങൾ അതിലൊക്കെ നിന്നുകൊണ്ട് അതിനോട് പൊരുത്തപ്പെട്ടു, അതിനോട് പ്രതിരോധിച്ചു. അങ്ങനെ 2 രീതികളുണ്ട്. എല്ലാറ്റിനോടും പ്രതിരോധിക്കല്ല, നയപരമായ നീക്കമാണ് അതാത് കാലഘട്ടത്തിൽ ആവശ്യം. അപ്പൊ ചിലത് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ടാകും, ചിലത് മാറ്റി നിർത്തേണ്ടതുണ്ടാകും. അത് ഏത് എന്ന് വേർതിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ കൂടെ നിന്നുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാമിനെ ഫറോവ ചക്രവർത്തി ഈ കണ്ട എല്ലാ ഉപദ്രവങ്ങളും ആക്കിയിട്ട്
ആ നെയിൽ നദിയിലേക്ക് പോകുന്ന രംഗം വരെ ആയല്ലോ. അപ്പൊ അന്നത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകും, ഇനിയിപ്പം മുസ്ലിമായി ജീവിക്കണമെങ്കിൽ കുറച്ച് പണി തന്നെയാണ് അല്ലേ. യഹ്യാ നബി അലൈഹി സ്വലാം അടക്കം ചില നബിമാരെ ഒക്കെ അന്നത്തെ ആൾക്കാർ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ ഞമ്മക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടേക്ക് എത്തിയിട്ടില്ലല്ലോ. യഹ്യാ നബി അലൈഹി സ്വലാമിനെ അവരുടെ ജനത എന്താണ്, കൊന്നു കളഞ്ഞതാണ്. അപ്പൊ ഒരു നബിനെ കൊന്നോലോ എന്ന് കേട്ടപ്പോ അന്നത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, ഇനിയൊക്കെ ജീവിക്കണമെങ്കിൽ കുറച്ച് പണി തന്നെയാണ് അല്ലേ. എനിക്ക് സംസാരിക്കാനുള്ളത് പുതിയ തലമുറയോടാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇതൊന്നും കണ്ട് നിങ്ങളാരും ബേജാറാവണ്ട. അല്ലാഹു തആല നമുക്ക് കണക്കാക്കിയിരിക്കുന്ന ഒരു ആയുഷ്കാലം അത് ഇസ്സത്തോടെ, അത് അന്തസ്സോടെ, അത് അഭിമാനത്തോടെ, അത് സമാധാനത്തോടെ, അത് പരസ്പര സഹായത്തോടെ, പരോപകാരത്തോടെ ജീവിച്ചു പോകണം. അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞാൽ നബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഭൂമിയിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടിച്ചിറക്കിയ ഒരാളെ വേറെ കാണാൻ കഴിയുമോ? ഒരു കുടുംബ വിഷയം പറയാം നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 മക്കളാണ്, 3 ആൺകുട്ടികൾ. ഒന്ന് ഖാസിം റളിയല്ലാഹു അൻഹു, ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി. രണ്ടാമത്തെ ഒരു ആൺകുട്ടി പിന്നീട് അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അതും ചെറുപ്പത്തിൽ വഫാത്തായി. മൂന്നാമത്തെ ഒരു ആൺകുട്ടി പിന്നെ ജനിക്കുന്നത് എപ്പോഴാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 59-60 എത്തി നിൽക്കുന്ന അക്കാലത്ത് മുഖവുക്കിസ് ചക്രവർത്തി സമ്മാനമായി കൊടുത്തയച്ചിരിക്കുന്ന മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹ, അവരുമായുള്ള കുടുംബ ജീവിതത്തിലാണ് പിന്നെ ഒരു കുട്ടി ജനിക്കുന്നത്, ഇബ്രാഹിം എന്ന കുട്ടി. ആ കുട്ടിയെ മദീനക്കാര് ഒരുമിച്ച് ഓമനിക്കാണ്, എല്ലാവരും കൂടി താലോലിക്കാണ്. അത്ര സന്തോഷത്തിലാണ് ആ കുട്ടി വളരുന്നത്. അങ്ങനെ ആ കുട്ടിക്ക് എത്രയായി വയസ്സ്? 1 വർഷവും 5 മാസം അല്ലെങ്കിൽ 6 മാസം. അപ്പൊ നമ്മൾ പറഞ്ഞാൽ ഒറ്റയടിക്ക് പറഞ്ഞാൽ 1.5 വയസ്സ് അല്ലേ. ആ 1.5 വയസ്സൊക്കെ ഇങ്ങനെ ആകണ ആ സമയത്താണ് ആര് വഫാത്താകണത്? ഇബ്രാഹിം എന്ന കുട്ടി. അപ്പൊ നബി തങ്ങൾക്ക് 7 മക്കൾ ജനിച്ചിട്ട് 3 ആൺകുട്ടികളും അവര് ഉപ്പ എന്ന് പറഞ്ഞ് ഓടിച്ചാടി നടക്കുന്ന പ്രായം ആയില്ല, അപ്പോഴേക്ക് വഫാത്തായി. ഇതൊരു വാപ്പാന്റെ മനസ്സിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഓർത്തു നോക്കി. ഒരു വാപ്പ എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്തു നോക്കി. ആദ്യം തന്നെ റസൂലുള്ളാഹി തങ്ങൾ ആരാണ്? വാപ്പാനെ കണ്ടിട്ടില്ല. നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്, വാപ്പ പോയിട്ടുണ്ട്. പിന്നെ ഉമ്മയുടെ കൂടെയാണ് പിന്നത്തെ വളർച്ച. 8-ാമത്തെ വയസ്സ് അല്ല 6-ാമത്തെ വയസ്സ് അല്ലേ. 6-ാമത്തെ വയസ്സിൽ ഉമ്മ കയ്യിൽ നിന്നാണ് പിടുത്തം പെട്ടിട്ട് മരിക്കുകയാണ് അല്ലേ. ഉമ്മ മോനെയും കൂട്ടിയിട്ട് എവിടേക്ക് പോയതാ? മദീനത്തേക്ക് പോയതാണ്. വാപ്പാന്റെ ഖബറൊന്ന് സിയാറത്തും ചെയ്യാം, വാപ്പാന്റെ കുടുംബങ്ങളൊക്കെ കുട്ടിക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാം. അത് വിചാരിച്ചിട്ടാണ് ഉമ്മ കുട്ടിനെയും കൊണ്ട് എവിടേക്ക് പോണത്? മദീനത്തേക്ക് പോണത്. മക്കത്ത് നിന്ന് 450 കിലോമീറ്റർ ദൂരെയാണ് മദീന. ആ യാത്രയിൽ ആരും കൂടെയില്ല. ഒരു സഹോദരി സഹായത്തിനുള്ളത് ആരാണ്? ബീവി ഉമ്മു ഐമനിൽ ബറക്ക. ഉമ്മു ഐമൻ ബീവിയാണ് കൂടെയുള്ളത്, വേറെ ആരും കൂടെയില്ല. പിന്നെ കയ്യും പിടിച്ചിട്ട് നടക്കുന്നത് ആരെയാണ്? ഉമ്മാനെയാണ്. ഉമ്മയുടെ കയ്യും പിടിച്ചിട്ട് 6 വയസ്സുകാരൻ നടന്ന് മദീനത്തെത്തി. തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴി മധ്യേ ഉമ്മയും മോനും കൂടെയുള്ള ഉമ്മു ഐമനും ആ മലയുടെ താഴ്വരയിൽ എത്തിയപ്പോൾ ഉമ്മാക്കൊരു ക്ഷീണം. മോന്റെ കൈ വിട്ട് ഉമ്മ അവിടെ കടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഉമ്മ മോനെ ഇങ്ങനെ മാറോട് അണച്ചു പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഉമ്മ പോകാട്ടോ, ഉമ്മാന്റെ കുട്ടി ഭാവിയിൽ വലിയ ആളാകും, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിരിക്കുന്ന ദീനൊക്കെ പ്രചരിപ്പിക്കുന്ന ആളാകും. അന്ന് ഈ ഉമ്മ നിന്നെ കാണാൻ കൂടെ ഉണ്ടാകൂലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ദീനിൽ മോൻ ഉറച്ചു നിൽക്കണം എന്നൊക്കെ മോനെ ഉമ്മ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന മധ്യേ ഉമ്മ അങ്ങനെയാണ് മിണ്ടാതെയായി. അത് അനുഭവിക്കാണ് 6 വയസ്സുകാരൻ. പിന്നെ ആ ഉമ്മാനെ കബർ കുഴിച്ചിട്ട് മറവ് ചെയ്യുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ 6 വയസ്സുകാരനെ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കി. എന്തായിരിക്കും നബി തങ്ങളുടെ മനസ്സ്? ആ ഉമ്മയെ മറവ് ചെയ്തുകൊണ്ട് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കുട്ടിക്ക് ഇനി ഭൂമിയിൽ ആരാളുള്ളത്? വാപ്പ നേരത്തെ പോയിട്ടുണ്ട്, പിന്നെ ഒരു ഉമ്മയുണ്ട്, ഇന്നത് ഉമ്മയും പോയി. ഇനി ആരടുത്തേക്കാണ് ആ കൊച്ചു മോൻ അവലംബിക്കേണ്ടത്? ആരെയാണ്? നമ്മളൊക്കെ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് ഞാൻ മരിച്ചെങ്കിലോ എന്ന് കരുതി
ഞാൻ കിണറ്റ് ചാടിയെങ്കിലോ എന്ന് കരുതി. ഇതൊക്കെ പറയുന്ന ഒരു രീതിയാണ് നമ്മളത്. നാളെ എന്നോടൊരാൾ പറഞ്ഞു ഞാൻ കിണറ്റ് ചാടിയെങ്കിലോ എന്ന് കരുതി. എന്നിട്ട് എന്തേ കിണർ കണ്ടില്ലേ എന്ന് വെച്ചാൽ അല്ല, കരുതി ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്, തീരെ തൊള്ളയിൽ കൊള്ളാത്ത വർത്താനം പറയണം. ഒരിക്കലും നമ്മളത് പറയാൻ പാടില്ല. നമ്മളെ മനസ്സിൽ ചിലപ്പോൾ പല വിചാരവും വരും, അതൊക്കെ പറയാൻ പാടില്ല. നല്ലത് വിചാരിച്ചാൽ പോലും ആലോചിക്കാതെ പറയരുത്. നല്ലത് വിചാരിച്ചാൽ തന്നെ ആലോചിക്കാതെ പറയാൻ പറ്റുമോ? എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി നിങ്ങൾക്കൊക്കെ ഒരു 10,000 ഉറുപ്പിക തരണം തോന്നി അവിടെ നിൽക്കാന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇൻഷാ അല്ലാഹ് ഒരു 10,000 ഉറുപ്പിക നാളെ എല്ലാവർക്കും തരുന്നുണ്ട് അല്ലേ? നിങ്ങളതും പ്രതീക്ഷിച്ച് ഇന്ന് തരാൻ പറ്റില്ലെങ്കിൽ മാന്യന്മാരുടെ ഇടയിൽ അയിബാവൂലേ? നല്ലത് വിചാരിച്ചാൽ പോലും എന്താകരുത്, പറയണോ പറയണ്ടേ എന്ന് ആലോചിക്കാതെ പറയരുത്. പിന്നല്ലേ മോശപ്പെട്ടത് വിചാരിച്ചാൽ, മനസ്സിൽ മോശമുള്ള വിചാരം വന്നാൽ അത് അടുത്ത ബാങ്ക് കേട്ട് റബ്ബഹാദിഹി ദഅവത്തി തഅമ്മ ദുആർന്ന് ഒരു ആയത്തുൽ കുർസി ഓതി ഒരു ഒദു കൊടുത്ത് നിസ്കാരവും കഴിഞ്ഞാൽ മനസ്സിൽ വന്ന വേണ്ടാത്ത വിചാരങ്ങളൊക്കെ അല്ലാഹു തആല മായ്ച്ചു കളയും. ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്. പക്ഷെ അത് വേറൊരാളോട് ഷെയർ ചെയ്ത് പറഞ്ഞാൽ അത് മാഞ്ഞു പോകൂല. FIR രേഖപ്പെട്ടു, എനിക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് പോകൂല. പോലീസുകാരൻ നമ്മളെ റോഡിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വണ്ടി ആക്സിഡന്റ് ആയി, അപ്പൊ കേസെടുക്കാൻ ഒരു പോലീസുകാരൻ വന്നാൽ അപ്പൊ ഓനെക്കൊണ്ട് എഴുതിച്ചണം, ഇന്നത് എഴുതിക്കോ, തെറ്റിൻ്റെ അടുത്തല്ല, ഓൻ്റെ അടുത്ത് തന്നെയാണ് തെറ്റ്, മറ്റോൻ്റെ അടുത്താണ് തെറ്റ്. അത് മനസ്സിലാക്കി കൊടുക്കണം. നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കുട്ടി ജിദ്ദി പോയി, മോൻ അവിടെ പോയി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുമ്പം എതിർഭാഗത്തുനിന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വന്നു. ഇവങ്ങനെ ഓണടിച്ചു കൊടുക്കുന്നുണ്ട്, മറ്റോൻ കാണുന്നില്ല, ഓൻ കേൾക്കണമില്ല. വണ്ടിമ്മ വന്ന് മുട്ടിയപ്പോൾ സൗദി അറേബ്യ അല്ലേ, അവിടുന്ന് പോലീസുകാരൻ വന്നിങ്ങാണ്ട് ഇവനോട് ലൈസൻസ് ചോദിച്ചു. ഇവൻ അണിച്ചപ്പോൾ അടുത്ത് പോയിട്ടുള്ളൂ. ഓന് പോലീസുകാരനോട് പറയാനോട്ട് അറിയില്ല. അപ്പോൾ ഓൻ മദ്രസ പഠിച്ച കുട്ടിയായതുകൊണ്ട് കിട്ടുന്ന വിവരത്തിൽ ഓൻ പറഞ്ഞു, സാർ അന ഫീ PPP ഹുവ മാഫി PPP. ഞാൻ എൻ്റെ വണ്ടി ഓണടിച്ചുകൊണ്ടാണ് വരുന്നത്, ഓൻ അത് കേൾക്കാതെയാണ് വന്നത്. അങ്ങനെയാണ് അന ഫീ PPP ഹുവ മാഫി PPP. അപ്പൊ അതെങ്കിലും പറഞ്ഞങ്ങാണ്ട് ആ പോലീസുകാരനോട് ഞമ്മക്ക് പറയാനുള്ളത് എന്താക്കണം. അതേ സമയത്ത് ഒന്നും ഉണ്ടാന്നിട്ട് FIR രേഖപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നെന്തായി, അത് SIൻ്റെ അടുത്തെത്തി, SIൻ്റെ അടുത്ത് എന്തായി CIൻ്റെ അടുത്തെത്തി, CIൻ്റെ അടുത്ത് എവിടെ എത്തി, അത് DYSPൻ്റെ അടുത്തെത്തി. അങ്ങനെയാണ് പോയാൽ പിന്നെ നമുക്ക് എന്ത് കിട്ടൂല, പിന്നെ FIR രേഖപ്പെട്ടു, ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഹൃദയത്തിന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് പറയട്ടെ, നമ്മുടെ മനസ്സ് എപ്പോഴും നിൽക്കുന്നത് എങ്ങനെയാണ്, ആ ഖൈറിന്റെ ഒരു സത്യത്തിന്റെ. അതാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പങ്ങൾ നോക്കി ഇങ്ങനെയാണ് ചുറ്റുഭാഗത്ത് പിരിഞ്ഞു നോക്കുമ്പോൾ ഉമ്മാനെ കാണാനില്ല, ബാപ്പാനെയും കാണാനില്ല. ഇനി ആ ചെറിയ കുട്ടി എവിടെ പോണം? അല്ലാഹു റബ്ബി, ഓർത്തു നോക്കി നിങ്ങൾ. അപ്പൊ ആ കുട്ടിയെ പിന്നെ അവിടെ വെച്ചിട്ട് ആ ഓമന മോനെ 6 വയസ്സുകാരനെ പിന്നെ വാരിയെടുത്ത് ചുമലിൽ വെക്കുന്നത് ആരാണ്? ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. ഉമ്മു ഐമൻ ബീവി ഉമ്മാനാണ് മറവ് ചെയ്തിട്ട് ആ കുട്ടിയെ എടുത്തുകൊണ്ട് ചുമലിൽ വെക്കാൻ. അല്ലാഹു റബ്ബി. വളർന്നു 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു അല്ലേ? എല്ലാ തണലും പോയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഓർത്തു നോക്കി.